രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് പ്രതിഷേധം ശക്തമാക്കുന്നു. പാലക്കാട് ഫ്ളാറ്റിൽ നിന്നൊഴിയാൻ രാഹുലിന് അസോസിയേഷന്റെ നോട്ടീസ്. ഈ മാസം 25-നകം ഒഴിയണമെന്നാണ് നിർദ്ദേശം. ഫ്ളാറ്റിലെ മറ്റ് താമസക്കാർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ഉടൻ ഒഴിയാമെന്ന് രാഹുൽ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ പറയുന്നു. അരുൺ, ഈ രാഹുലിന് ഫ്ളാറ്റ് നിവാസികൾ അയച്ച നോട്ടീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? പ്രധാനമായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വീണ്ടും എത്തി ഫ്ളാറ്റിലേക്ക് ഉൾപ്പെടെ നിരന്തരം കയറി ഇറങ്ങുമ്പോൾ അത് തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഫ്ളാറ്റിലെ മറ്റു ആളുകൾ പ്രധാനമായിട്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ളാറ്റിൽ നിന്ന് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ മാസം 25-ന് അകം ഒഴിയണം എന്നുള്ള നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. ഉടൻ ഒഴിയാമെന്ന് രാഹുലും വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഇന്നലെ ഈ പാലക്കാട്ടേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അഭിഭാഷകനുമായി കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് എസ് രാജീവിന്റെ വടക്കൻ പറവൂരിലെ വീട്ടിലെത്തിയാണ് ഈ അഭിഭാഷകനെ കണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ ഹാജരാകുന്ന ഈ എസ് രാജീവനാണ്. ഏതായാലും ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ വോട്ടർമാരെയും പാലക്കാട്ടെ ജനങ്ങളെയും ഒക്കെ പരിഹസിക്കുന്ന തരത്തിലായിരുന്നു രാഹുലിൻ്റെ പ്രതികരണങ്ങളും മറ്റുമൊക്കെ. കാരണം കഴിഞ്ഞ 14 ദിവസത്തിലോളമായി ഒളിവിൽ കഴിയുകയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ 14 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ പാലക്കാട് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയത്. അത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയപ്പോഴാണെങ്കിൽ രാഹുലിന് പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് തങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുമ്പോൾ പോലും രാഹുൽ വന്ന് ഇറങ്ങിയതും പൂച്ചെണ്ടുകളുമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയായിരുന്നു. അതിനുശേഷം പോലീസാണെങ്കിൽ കഴിഞ്ഞ 14 ദിവസമായി പിടികൂടാനേ കഴിയാതിരുന്ന അതേ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവിധ സംരക്ഷണവും ഒരുക്കി കവചമൊരുക്കുന്ന സാഹചര്യമായിരുന്നു. മാധ്യമങ്ങൾ പ്രതികരണങ്ങൾ തേടുമ്പോൾ ആ പ്രതികരണങ്ങൾ പോലും എടുക്കാൻ കഴിയാത്ത തരത്തിൽ രാഹുലിന്റെ മുന്നിൽ കയറി നിൽക്കുകയും മാധ്യമങ്ങൾ മൈക്കുകൾ രാഹുലിന് മുന്നിലേക്ക് നീട്ടുമ്പോൾ ആ മൈക്കുകളെ പോലും തടയുന്ന തരത്തിലായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്നുള്ളതാണ്. ഏതായാലും കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ 2 കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസ് പുറത്താക്കി എന്ന് പറഞ്ഞത് അവരുടെ ഒരു ഇരട്ടത്താപ്പാണെന്നുള്ള കാര്യം ഇന്നലെ വ്യക്തമാവുകയുണ്ടായി. അതിനുശേഷം പോലീസിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 14 ദിവസമായി രാഹുലിനെ പിടികൂടാൻ കഴിയാതിരുന്ന അതേ പോലീസ് രാഹുലിന് സംരക്ഷണം ഒരുക്കിയപ്പോൾ, കവചം ഒരുക്കിയപ്പോൾ അത് ആ ആഭ്യന്തര വകുപ്പിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 15 ദിവസങ്ങളിലായി രാഹുൽ മാങ്കൂട്ടം 8 ഇടങ്ങളിലാണ് ഒളിവിൽ കഴിഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ഈ ആഡംബര റിസോർട്ടുകൾ, വില്ലകൾ, ഫാം ഹൗസുകൾ, അങ്ങനെ ഒരു സുഖജീവിതമാണ് പാലക്കാട് MLA-ക്ക് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഇവിടുത്തെ മുതിർന്ന കോൺഗ്രസ് നേതൃത്വവുമായി കൈകോർത്ത് നൽകിയത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യാതിരുന്നതാണോ? തീർച്ചയായും അത്തരത്തിലാണ് മനസ്സിലാക്കേണ്ടത്. കാരണം രാഹുൽ പാലക്കാട് നിന്നും ഒരു കാറിൽ കടന്നു കളയുന്നു, CCTV ക്യാമറകളില്ലാത്ത വഴി നോക്കി തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം കാറ് തമിഴ്നാട് ഭാഗത്ത് ഉപേക്ഷിക്കുന്നു. അതിനുശേഷം ബാഗലൂര്, അതുപോലെ തന്നെ തമിഴ്നാടിന്റെയും അതിർത്തി പ്രദേശങ്ങളും അതിനുശേഷം ബംഗളൂരുവിലും ഉൾപ്പെടെ 8 ഇടങ്ങളിലാണ് ഒളിവിൽ കഴിഞ്ഞത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ആ 8 ഇടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞപ്പോഴും വലിയ ആഡംബര വില്ലകളിലും സുഖവാസ കേന്ദ്രങ്ങളോ റിസോർട്ടുകളോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങളായിരുന്നു രാഹുലിന് ഉണ്ടായിരുന്നു. നമുക്ക് ഇന്നലെ രാഹുലിന്റെ മുഖഭാഷയിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. കാരണം അത് തന്നെയാണ് ഇന്നലെ കേരളം മുഴുവൻ കണ്ടതാണ് രാഹുൽ എന്താണ് കേരളത്തിനോട് പറയാൻ ആഗ്രഹിച്ചത് എന്ന്. എന്തായാലും ഇനിയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, താൻ രാജാ ഹരിശ്ചന്ദ്ര വർമ്മയാണെന്നൊക്കെ പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് മുങ്ങുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കാരണം സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടും.